ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആന്ധ്ര സ്റ്റൈലിൽ മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ചാർ ഓൾറെഡി മുന്നേ ഇട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് എനിക്ക് തോന്നിയത് എന്നാൽ അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ വീണ്ടും കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 1 കിലോ മാങ്ങയ്ക്കുള്ള അളവാണ് ഇവിടെ പറയണത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കുക. നല്ല കട്ടിയുള്ള ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണം കേട്ടോ. നല്ല പുളിപ്പുള്ള മാങ്ങ വേണം ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാങ്ങ ഇടണ പാത്രം നന്നായി ഒരു തരി പോലും വെള്ളമില്ലാണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ മാങ്ങ നന്നായി കഴുകി വൃത്തിയായിട്ട് നല്ല തുണി കൊണ്ട് തുടച്ച് നമ്മൾ അത് കട്ട് ചെയ്യാനാണ് കേട്ടോ പോണത്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചതയാനൊന്നും മാങ്ങ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല ചെറിയ ചിറ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തട്ടിയിട്ട് വേണമെങ്കിൽ അത് മുറിക്കാം. ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് മുറിച്ചു. പിന്നെ കുറച്ചൊക്കെ ഞാൻ പിന്നെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വലിയ നല്ല മുറിച്ചുള്ള കത്തി കൊണ്ട് വെട്ടിയെടുക്കുക ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ വല്ല കുഞ്ഞ് അമ്മിക്കല്ലൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതുകൊണ്ട് വെച്ച് തട്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചതയാണ്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സീഡ് കളയുക. സീഡ് കളഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു പാളി പോലെ ഒരു പാട പോലെ കാണാം. അതും കൂടി കളയണം. അത് കളഞ്ഞില്ലെച്ചെങ്കിൽ മാങ്ങ പെട്ടെന്ന് കേടുവരും, പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി കളഞ്ഞിട്ട് വേണം നമ്മൾ മാങ്ങ കട്ട് ചെയ്യണേറ്റ് പിന്നെ അത് കളഞ്ഞിട്ട് വേണം വെക്കുക. പിന്നെ മാങ്ങ 3 കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. ഇത്തിരി വലിയ കഷ്ണങ്ങൾ ഈ അച്ചാറിൽ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ ഉണ്ടാവുക. അപ്പോൾ ഇത് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുക. പിന്നെ എല്ലാ മാങ്ങയും ഞാനിപ്പോൾ അതുപോലെ കട്ട് ചെയ്തു. പിന്നെ ആ കട്ട് ചെയ്ത കഷ്ണങ്ങളും കൂടി വെള്ളമില്ലാണ്ട് ഇപ്പോൾ നമ്മൾ മുന്നേ തുടച്ച് വെച്ചതാണെങ്കിലും കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു നനവുണ്ടാവുമല്ലോ, അതിൽ നിന്ന് വരുന്നൊരു വെള്ളം. അപ്പോൾ അതും കൂടി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. 1 കിലോ മാങ്ങയ്ക്ക് 1.25 കപ്പ് നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നല്ലെണ്ണ നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത മാങ്ങയിൽ ഒരു 2-3 സ്പൂണ് നല്ലെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളാണ് കേട്ടോ. ഇതിൽ കൂടുതലും കടുകാണ് ഉപയോഗിക്കുക. അപ്പോൾ 150 ഗ്രാം കടുക് വേണം. ഒരു 1 ടേബിൾ സ്പൂണ് ഉലുവ വേണം. പിന്നെ 100 ഗ്രാം കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത്. പൊടിയുപ്പ് ഈ അച്ചാറിൽ ഉപയോഗിക്കില്ല. അപ്പോൾ കടുകും ഉലുവയും നമ്മൾ ആദ്യം തന്നെ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് പൊടിച്ച് വയ്ക്കുക. അതുപോലെ കല്ലുപ്പും ഒന്ന് പൊടിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മുളകും പൊടിയാണ്. 150 ഗ്രാം മുളകും പൊടിയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കടുകും ഉലുവ പൊടിച്ചതും ഉപ്പും മുളകും പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ മാങ്ങയിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികൾ എത്തിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചൂടാറാനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നല്ലെണ്ണല്ല അത് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എണ്ണയും പൊടികളും എത്തണ വിധത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം അതവിടെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഇതുപോലെ കണ്ടില്ലേ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി എണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ച് അതിലൊഴിച്ചു കിട്ടുക. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എണ്ണ അങ്ങനെ ഒഴിക്കുക പാടില്ല. ഇതുപോലെ ചെയ്തിട്ട് വേണം ഒഴിക്കുക. അതുപോലെ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളതായിരിക്കണം കേട്ടോ. ഇനി നമുക്കതൊരു നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ അത് കുപ്പി നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു തരി പോലും വെള്ളമില്ലാത്ത കുപ്പിയിലാണ് നമ്മളത് ഇട്ട് വയ്ക്കേണ്ടത്. വെള്ളം ഉണ്ടായി പിന്നെ അത് പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ നമ്മളിത് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കണം. എന്നാലേ അച്ചാർ കേടാവാതെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.